ഞാൻ ഈ അടുത്ത് നാരായണീൻ്റെ ആൺമക്കൾ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് കണ്ടു ഞാൻ. അപ്പോൾ ആ മൂവി ഞാനൊരു ഫാമിലി മൂവിയാണെന്ന് വിചാരിച്ചിട്ടാണ് സത്യത്തിൽ അത് കാണാൻ പോയത്, അല്ലെങ്കിൽ കണ്ടത്. അതിനകത്ത് ഈ ഏട്ടാനിയന്മാരുടെ മക്കളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മളൊക്കെ കാണുന്നത് അവരൊക്കെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ആയിട്ടാണ്. അതുപോലെ ചേച്ചിമാരെയൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ അമ്മയുടെ സ്ഥാനത്തായിരിക്കും. പല കുടുംബങ്ങളിലും ഇന്ന് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി നമ്മുടെ ചേച്ചിമാരെ ഒക്കെ കാണുന്നത് നമ്മുടെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ്. ഇതിനകത്ത് കാണിച്ച കുറച്ച് സീനുകൾ, അത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് കാണിക്കുന്ന കുറച്ച് സീനുകളിൽ എനിക്ക് ആ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് ഈ സമൂഹത്തോട് ഇതിൻ്റെ ആക്ടേഴ്സിന്, അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന ആക്ടേഴ്സാണ് അവരൊക്കെ. ആദ്യം തുടക്കം മുതൽ സിനിമയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ പൊരുതി വന്നിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ. അതുപോലെ ഇതിൻ്റെ നിർമ്മാതാവ് എപ്പോഴും ഒരു നിർമ്മാതാവാണെങ്കിലും ഇതിൻ്റെ സംവിധായകനാണെങ്കിലും എല്ലാവരും കുറച്ചൊക്കെ ഒരു നല്ല രീതിയിലുള്ള ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അവരൊക്കെ ഈ സമൂഹത്തോട് എന്താണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ നമ്മുടെയൊക്കെ ചെറിയച്ഛന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്താണ്. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സിഗരറ്റ് വലിക്കുക അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി ഈ ചെറിയച്ഛൻ നമ്മളെ തല്ലുക അല്ലെങ്കിൽ വഴക്കടിക്കുകയൊക്കെ ഒരു ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് കാണുക. ഇതിപ്പോൾ ചെറിയച്ഛൻ വന്നിട്ട് കുട്ടികളോട് പറയണ അടിക്കണോ, കൂടുന്നോ എന്ന് ചോദിച്ചിട്ട് കഞ്ചാവ് അടിക്കുന്ന രീതിയിലുള്ള സീനുകൾ, അതുപോലെ കുടുംബപരമായിട്ടിരുന്ന് മദ്യപിക്കുന്ന സീനുകൾ, അതുപോലെ പിന്നെ ഇതിനകത്ത് ഈ സീനുകളൊക്കെ കാണുമ്പോൾ നമ്മളെന്താണ് ഈ ഇത്രയും വലിയൊരു സിനിമ ബാനറുകൾ, ഇത്രയും വലിയ നമ്മളെക്കാട്ടിലൊക്കെ നല്ല അറിവുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ചെയ്യുമ്പോൾ അവരെന്താ സമൂഹത്തോട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇത് എൻ്റെ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ള ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡൗട്ടാണ്. വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊരു കുടുംബമായിട്ട് ഇതിൽ സിനിമയിൽ കാണാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു സീൻ വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇത് ഓട്ടോമാറ്റിക് ഇതൊരു ജസ്റ്റിഫൈഡ് ആവില്ലേ ഇങ്ങനെയുള്ള സീനുകൾ കാണുമ്പോൾ? ഇതൊരു കുടുംബമായിട്ട് തന്നെ പോയി കാണാം, അല്ലെങ്കിൽ മക്കളെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വേറെ ഇത് നമ്മൾ പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടില്ലേ, എന്തോരം ജീവിതത്തിൽ ഫെയിലിയേഴ്സും ഒക്കെ വന്നിട്ടും അപമാനങ്ങൾ, ഇൻസൾട്ട്സ് എല്ലാം വന്നിട്ടും അവരൊക്കെ തന്നെ പിടിച്ചു നിൽക്കുന്നത് അവരുടെ മനസ്സിലുള്ള ഈ ഭയഭക്തി ബഹുമാനം അല്ലെങ്കിൽ ആ ഒരു മര്യാദ കലർന്ന ജീവിതം ഇതോടുകൂടി തന്നെ ആയിരിക്കും. നമ്മുടെ ജീവിതത്തോട് തന്നെ നമ്മളോട് തന്നെ നമ്മളൊരു നീതി പുലർത്തുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജീവിതത്തിൻ്റെ എത്ര ദുർഘട ഘട്ടങ്ങളിലും നിലനിന്ന് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഒരു കാര്യം വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ക്രെഡിബിലിറ്റീനെ കൂടി ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ലേ ഇങ്ങനെയുള്ള സിനിമകൾ?